പഴയ വണ്ടികളാണ്, ഫോർ സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്ന വണ്ടികളാണ്, പഴയ വണ്ടികൾ. ബെൻസിൻ്റെ ഒരു മോഡലാണ് ഈ വണ്ടി. പണ്ട് അബുദാബി രജിസ്ട്രേഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണിത്. ഇതെല്ലാം ഒരു മ്യൂസിയം പോലെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇതും ബെൻസിൻ്റെ മറ്റൊരു മോഡലാണ്. പഴയ ഓൺ റോഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ. ഇതിൻ്റെയൊക്കെ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസിൻ്റെ പ്രത്യേകത ഉണ്ട്. പഴയ എഞ്ചിനീയറിങ് ഇതൊക്കെ ചെറിയൊരു പൊട്ടലൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഇത് മിൽട്രിയുടെ പുറകെ ഒരു ജീപ്പാണ്. ലാൻഡ് റോവർ അല്ലേ, പഴയ ലാൻഡ് റോവർ. പഴയ ജീപ്പാണ്, ജീപ്പ് മോഡൽ. ഇതുണ്ട്, ഇൻസൈഡ് വ്യൂ ഒക്കെ കണ്ടോ, സീറ്റിങ്, സ്റ്റിയറിംഗ് ഒക്കെ. ബാക്കിൽ പണ്ടൊക്കെ ജീപ്പിൽ കല്യാണത്തിന് പോയ ഒരു ഫീല് വരുന്നുണ്ടല്ലേ. ഇത് ബെൻസിൻ്റെ ഒരു മോഡലാണ്. ജീപ്പ് കണ്ട, ജീപ്പിൻ്റെ ആ ബാക്ക് സൈഡാണ്. ജാക്കി, സ്റ്റെപ്പിനി, ഷെവർലെറ്റിൻ്റെ തന്നെ മറ്റൊരു വണ്ടിയാണ്, പഴയ വണ്ടിയാണ് ഷെവർലെറ്റിൻ്റെ. ഇത് മറ്റൊരു ജീപ്പാണ്, ഒരു മിലിറ്ററി വണ്ടി പോലുള്ള ഒരു വണ്ടിയാണിത്. ഉണ്ടോ, അബുദാബി രജിസ്ട്രേഷനാണ്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പഴയ ബെൻസ് ഉണ്ട്, അടിപൊളിയല്ലേ. പഴയ ബെൻസാണ്. ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് എത്ര ഉണ്ട്. ഇൻസൈഡ് വ്യൂ ഉണ്ട്. സീറ്റൊക്കെ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. കണ്ടോ, ബാക്ക് സീറ്റ്. 100 വർഷം പഴക്കമുള്ള കാറുകൾ തൊട്ട് പല കാലഘട്ടത്തിൽപ്പെട്ട കാറുകളാണ് ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വെച്ചിരിക്കുന്നത്. ലാൻഡ് റോവറിന്റെ കാറുകൾ, ബെൻസിന്റെ പഴയ മോഡലുകൾ. ഒരു കാലത്ത് ഓൺ റോഡുകളിൽ ഈ കാറുകളൊക്കെ അബുദാബിയിൽ നമ്മുടെയൊക്കെ പൂർവികർ പോലും ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ സൗകര്യമില്ലാഞ്ഞ ഒരു കാലഘട്ടത്തിൽ രാജകീയമായി ജീവിച്ച് ഒരു തലമുറയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ വാഹനങ്ങളെക്കുറിച്ചാണ്. അന്നത്തെ കാലഘട്ടത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെ ചില ഡീസലാണ്. അന്നത്തെ കാലഘട്ടത്തിലെ എഞ്ചിനീയറിംഗ് മഹത്വങ്ങളൊക്കെയാണ് ഇതിനകത്ത്. എല്ലാം 5 സീറ്ററാണ്. കാരണം ഈ സോഫ പോലെയാണ് ഇതിൻ്റെ സീറ്റുകളുടെയൊക്കെ പ്രത്യേകത. ഇന്നത്തെ ആധുനിക ഹെഡ്ലൈറ്റുകളൊക്കെ ഉണ്ടോ, പഴയ നമ്മുടെ സൈക്കിളിൻ്റെ ഡൈനോമകളൊക്കെ പോലെയാണ്. ഇതും ബെൻസിൻ്റെ മറ്റൊരു മോഡലാണ്. സ്റ്റെപ്പിനിയൊക്കെ ഉണ്ടോ സൈഡിൽ. ഇൻസൈഡ് ഇൻറ്റീരിയർ 2 സൈഡിലും സ്റ്റെപ്പിനി ഉണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത ഉണ്ടോ, 2 സൈഡിലും സ്റ്റെപ്പിനികളാണ്. സ്റ്റെപ്പിനി സൈഡിലാണ്. ഇൻസൈഡിലെ വ്യൂ ഉണ്ടോ, സീറ്റ് 5 പേർക്ക് ഇരുന്ന് പോകാവുന്ന സീറ്റാണത്. പെയിൻറ്റുകൾക്ക് പോലും ഒരു മാറ്റവും വളരെ മങ്ങലോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. ഓൺ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ ഒഴിച്ചാൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോഴൊക്കെ ഈ വണ്ടികളുടെ മോഡലൊക്കെ വളരെ മാറി. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടോ, ക്ലോസ്ഡ് ആണ്. ഇതിന് കണ്ടോ, ഹെഡ്ലൈറ്റ് ക്ലോസ്ഡ് ആണ്. അന്നത് കുറച്ച് അങ്ങനെ അന്ന് തുറക്കാൻ പറ്റുമായിരുന്നത്. പിന്നെ ചില സമയത്ത് ഇത് തുറക്കാൻ പറ്റത്തില്ലാതെ വരും, ചില ടെക്നിക്കൽ എറർ കാരണം. അങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ കൂടുതലുണ്ടാകുന്ന ഒരു. ഓടുന്ന സമയത്ത് ചില ഹെഡ്ലൈറ്റിൻ്റെ വിൻഡോ തുറക്കാൻ വയ്യാതെ വന്ന ചില ആക്സിഡൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ലൈറ്റിന്. ഇതും പഴയ ഒരു ട്രക്ക് മോഡൽ വണ്ടിയാണ്. ഇൻസൈഡ് ഫോർഡിൻ്റെ വണ്ടിയാണിത്. അതിൻ്റെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടോ സൈഡ്. ഫോർഡിൻ്റെ പഴയ ലോഗോ ഉണ്ടോ. വലിയ വ്യത്യാസമല്ലേ പഴയതുമായിട്ടല്ലേ, കൊണ്ടുവല്ലേ. ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഴയ കേരളത്തിലാണെങ്കിൽ പോലും മാർത്താണ്ഡവർമ്മ തിരുനാൾ മഹാരാജാവൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന, തുടക്കകാലത്തിൽ ഉപയോഗിച്ചിരുന്ന ചില കാറുകളെ പോലെയുള്ള ആ കാലഘട്ടത്തിൽ ഈ അബുദാബിയിൽ UAE ഉപയോഗിച്ചിട്ടുള്ള കാറുകളാണ്. ഇത് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വെച്ചിരിക്കുന്നതാണ്. ഓരോന്നിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട്.
ഇത് അബുദാബി രജിസ്ട്രേഷന് 2 നമ്പറുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇത് 75,000 ആണോ? മോറിസ് എല്ലാം ഇത് 4 സീറ്ററാണ്. കണ്ടോ, വുഡൻ്റെയാണ് ബാക്ക് ബോഡി, വുഡൻ്റെയാണ്. ബാക്കിൽ നോക്കിയേ, ഇതിൻ്റെ ബോഡി വുഡൻ. അല്ലേ? ആ കണ്ടോ, ഇതിൻ്റെ മിററൊക്കെ കണ്ടോ? വണ്ടി പണ്ട് ഓൺ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണ് ഇതൊക്കെ. പഴയ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കണ്ട വണ്ടിയുടെ പ്രത്യേകത ഉണ്ട്. ഇത് കണ്ട ജാഗ്വാർ, പഴയ അംബാസഡർ കാറ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 50,000 ദിർഹം. 50,000 ദിർഹം. പഴയ വണ്ടിയാണ്. ഇത് 1952 ഡൽഹി കാറാണിത്. 1952 ഓൺ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറാണിത്. ഓക്കെ, ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഓൺ റോഡിൽ ഓടാൻ പറ്റുമോ? ഇല്ല, വണ്ടി കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഷെവർലെറ്റിൻ്റെ പഴയ വണ്ടി കണ്ട 1953 ട്രക്ക് മോഡൽ വണ്ടിയാണ്. പഴയ ട്രക്കാണിത്. 1953 $40,000 അല്ലേ? ഫോർഡിൻ്റെ പഴയ ഫോർഡിൻ്റെ വണ്ടിയാണ്. പ്രൈസൊക്കെ അതിൽ 100 വർഷം പഴക്കമുള്ള വണ്ടിയാണത്. ഓൺ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണ് ഇതൊക്കെ. കാണുന്നത് കണ്ട, അങ്ങോട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടില്ലല്ലേ? വണ്ടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇത് ബാക്കിലുണ്ട് EQ964KK. കമ്പനി അത്ര ഇത് കണ്ടില്ല, ഒരു നഷ്ടം തന്നെയല്ലേ? കണ്ടോ, ഇത് പണ്ടൊക്കെ ഓൺ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളാണെന്ന് പറയുമ്പോഴേ ആ ട്രക്ക് കണ്ടോ, പഴയ ട്രക്ക്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബാക്ക് തൊടാൻ പറ്റില്ല. ഷെവർലെറ്റിൻ്റെ പഴയ വണ്ടിയാണ്. അംബാസഡർ കാറിൻ്റെ ആ മോഡലാണ്. സ്റ്റെപ്പിനെയൊക്കെ കണ്ട അബുദാബി രജിസ്ട്രേഷൻ വണ്ടിയാണ്. 10,255 വണ്ടിയുടെ നമ്പർ നോക്കൂ.